തീർച്ചയായിട്ടും ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിലാണ് മണ്ണിനടിയിൽ നിന്ന് ഇങ്ങനെ ഒരു 2 കാലുകൾ കണ്ടെത്തിയത്. അത് ആരുടെയാണ് എന്ന് വ്യക്തമല്ല. ഈ സമീപത്തുള്ള നേരത്തെ പറഞ്ഞ പുഴയുടെ തീരത്തു നിന്നാണ് ഇങ്ങനെ കാലുകൾ കണ്ടെത്തിയത്. ഏതായാലും ഇത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ കാർവാർ SP, അതായത് ഉത്തരകന്നഡയുടെ ചുമതലയുള്ള കാർവാർ SP-യുടെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നതനുസരിച്ച് രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ജിതിൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കാം ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അതിൽ ഒരു JCB-യും 3-4 JCB-യൊക്കെ വെച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് ഈ SP-യുടെ ട്വീറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ. ഏതായാലും അത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും ഇപ്പോൾ നേരത്തെ ജിതിൻ പറഞ്ഞ പോലെ തന്നെ ജിതിൻ നിൽക്കുന്നത് കുംട്ട സൈഡിലാണ്. അപ്പുറ സൈഡിലാണ് അങ്കോള ഭാഗം. ഈ അങ്കോള ഭാഗത്ത് തിരച്ചിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാർവാർ SP നാരായണയുടെ ഈ ട്വീറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ. അവിടെ മണ്ണുകൾ മാറ്റുന്ന ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ ടിപ്പറുകൾ, JCB ഉൾപ്പെടെയുള്ളവയൊക്കെ അവിടെ കാണുന്നുണ്ട്. നിലവിൽ ഏതായാലും കേരളത്തിൽ നിന്ന് വലിയ സമ്മർദ്ദം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലും അതുപോലെ തന്നെ മന്ത്രിതലത്തിൽ, അതുപോലെ KC വേണുഗോപാലൊക്കെ ഇടപെട്ടുകൊണ്ട് വലിയ സമ്മർദ്ദം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിണതഫലമായിരിക്കോ എന്ന് നമുക്ക് വേണം ഇതിനെ കാണാൻ. അല്ലെങ്കിൽ ഒരുപക്ഷെ അപ്പുറത്തെ സൈഡ്, ഓപ്പോസിറ്റ് സൈഡിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ തിരച്ചിൽ നടക്കുന്നുണ്ടാവാം. ഇവർ ഈ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് കാണാഞ്ഞതായിരിക്കും. ഏതായാലും അവിടെ മഴയുണ്ട് എന്നുള്ളത് SP തന്നെ ട്വീറ്റ് ചെയ്യുന്നുണ്ട്. ഈ മഴ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജിതിൻ പറയുന്നത് തന്നെ, ജിതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. അവിടെ മഴയുണ്ട്, വളരെ വേഗത്തിൽ കുത്തിയൊലിച്ച് മണ്ണ് വരുന്നു. അതുപോലെ തന്നെ ഗംഗാവതി പുഴയിൽ കാര്യമായി തന്നെ മണ്ണൊലിപ്പ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അവിടെ നിന്ന് സ്ഥിരീകരണമൊക്കെ വരുന്നുണ്ട്. ഏതായാലും പ്രാദേശിക മാധ്യമപ്രവർത്തകർ നൽകുന്ന വിവരമനുസരിച്ചാണ് ഇപ്പോൾ നൽകുന്നത്. അതായത് അവിടെ നിന്ന് 2 കാലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ കണ്ടെത്തിയ മൃതദേഹം, അതായത് ഒരു ചായക്കടയിലേക്ക് മുകളിലേക്കാണ് ഈ മണ്ണിടിഞ്ഞ് വീണത്. അവിടെ ഇന്നലെ ഒരു 2 വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ വേറെ ഒരു പുരുഷൻ്റെ മൃതദേഹമുണ്ട്. ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അങ്കോളയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ആരുടേതാണ് എന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏതായാലും ഈ ജിതിൻ നൽകുന്ന വിവരമനുസരിച്ച്, ഭാരത് ബെൻസിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ഇന്നലെ രാത്രി വരെ വണ്ടിയുടെ എൻജിൻ ഓണായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ അർജുൻ സുരക്ഷിതനായിട്ട് ഉണ്ടാകും എന്നുള്ളൊരു പ്രത്യാശ തന്നെയാണ്, ശുഭപ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ പോലും ഈ രക്ഷാപ്രവർത്തനത്തിൽ വേഗതയില്ല എന്നുള്ള ഒരു ആക്ഷേപം, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അതൊരു വലിയ ഒരു പ്രശ്നം തന്നെയാണ്, പ്രതിഷേധാർഹം തന്നെയാണ്, സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിലവിലേതായാലും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ശരി, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും എവിടെയാണോ തെരച്ചിൽ നടക്കേണ്ടത്, അതായത് അർജുൻ്റെ ആ ലോറി, ഭാരത് ബെൻസിൻ്റെ GPS ലൊക്കേഷൻ അനുസരിച്ച് എവിടെയാണോ തെരച്ചിൽ നടത്തേണ്ടത് അവിടെ തെരച്ചിൽ നടത്തുന്നില്ല എന്നുള്ളതാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന പരാതി. ഈ വിഷയത്തിൽ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട്, CMO ഓഫീസ് ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോ ആൻഡ് ഓർഡർ ADGP R ഹിതേന്ദ്രയോട് അന്വേഷിക്കാൻ സിദ്ധരാമയ്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KC വേണുഗോപാൽ സിദ്ധരാമയ്യെ ഫോണിൽ വിളിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇടപെടൽ. ഏറ്റവും ഒടുവിൽ അർജുൻ്റെ ഫോൺ റിങ് ചെയ്ത് ലൊക്കേഷനും ആ നമ്പറും ഒക്കെ കർണാടക സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ പോലീസിനും ഫയർഫോഴ്സിനും മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അർജുൻ്റെ കുടുംബം അവിടേക്ക് എത്തിയിട്ടുണ്ട്. അർജുൻ്റെ സഹോദരനും ഭാര്യയുടെ സഹോദരനും കസിനുമൊക്കെ 5 പേരടങ്ങുന്ന അർജുൻ്റെ ബന്ധുക്കൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ മിഞ്ഞാന്ന് മുതൽ 17-ാം തീയതി മുതൽ ഈ പ്രദേശത്തുണ്ട്. പക്ഷേ അവർക്ക് ഹോപ്പ്, അവിടെ അവർ കാണുന്ന ദൃശ്യങ്ങൾ ഒരു തരത്തിലും അവർക്ക് പ്രതീക്ഷ നൽകുന്നതല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പോലീസ് സ്റ്റേഷനിൽ FIR ഇടാൻ പോലും വിസമ്മതിക്കുകയായിരുന്നു. അതുമുതൽ ഇവർ പറയുന്ന ലൊക്കേഷനിൽ ഒരു തരത്തിലും മണ്ണ് മാന്തി തെരച്ചിൽ നടത്തുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നമുക്ക് ആശാവഹമായി നിൽക്കുന്ന ഒരു കാര്യം, ആ ലോറിയുടെ എൻജിൻ ഇന്നലെ രാത്രിയും ഓണായിരുന്നു എന്നുള്ളതാണ്. 8-ാം തീയതിയാണ് അർജുൻ പുറപ്പെട്ടത്. 16-ാം തീയതി
16-ാം തീയതിയാണ് പുലർച്ചെയാണ് ഈ ദേശീയപാതയിൽ അങ്കോള ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. 16-നാണ് തിരിച്ചെത്തേണ്ടിയിരുന്നത്. 16-ന് രാവിലെയൊക്കെ അർജുൻ സുഹൃത്തുക്കളോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. വിഷയത്തിൽ കേരള സർക്കാരും ഇടപെട്ടിട്ടുണ്ട്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും കെ. രാജനും അടക്കം ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് ഒരു തരത്തിലും വേഗമില്ല എന്നുള്ളതാണ് ബന്ധുക്കളുടെ പരാതി. അവർ ദൃശ്യങ്ങളടക്കമാണ് ആ പരാതി നമ്മളോട് പറയുന്നതും. നമുക്ക് 2 ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് സ്ക്രീനിൽ. ഒന്ന് അർജുൻ്റെ ബന്ധു ജിതിൻ അവിടെ നിന്ന് എടുത്ത് മൊബൈലിൽ അയച്ച ദൃശ്യങ്ങളാണ്. ഒരു ഹിറ്റാച്ചി നമുക്ക് കാണാം, ഒരു JCB കാണാം, ഫയർഫോഴ്സിൻ്റെ വാഹനം കാണാം. പക്ഷേ ഈ സൈഡ്, അതായത് ഇപ്പം ഈ മണ്ണ് മാറ്റുന്ന സ്ഥലത്തല്ല ഈ അർജുൻ്റെ ലോറിയുടെ ലൊക്കേഷൻ കാണിക്കുന്നത് എന്നുള്ളതാണ്. മറ്റേ സൈഡിലാണ്, ദേശീയപാതയുടെ മറ്റേ ഭാഗത്താണ്. അവിടെ മണ്ണ് മാറ്റാനുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ പരാതി. ഈ സ്ക്രീനിൽ കാണുന്ന ഇതിൽ കാണുന്ന ദൃശ്യമെന്ന് പറയുന്നത് ഇന്ന് 2 കാലുകൾ ഈ ഒരു തെരച്ചിലിനിടെ ലഭിച്ചിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. വിഷയത്തിൽ കർണാടക സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയോടും ഉപമുഖ്യമന്ത്രിയോടും MK രാഘവനും KC വേണുഗോപാലും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്നു എന്ന ഉറപ്പാണ് 2 MP-മാർക്കും ലഭിച്ചിട്ടുള്ളത്. അർജുൻ്റെ ഫോൺ നമ്പറും അർജുൻ്റെ ഫോൺ ലാസ്റ്റ് റിങ് ചെയ്ത ലൊക്കേഷനും ഒക്കെ കൈമാറിയിട്ടുണ്ട്. പക്ഷേ കാര്യക്ഷമമായ ഒരു ഇടപെടൽ, ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ പരാതി. ഫോൺ സ്വിച്ച് ഓഫ് ആയത് രാവിലെയാണ്, അതായത് 16-ാം തീയതി ഒക്കെ ഉണ്ടായിരുന്നു അർജുൻ്റെ ഫോൺ. ഇന്ന് രാവിലെ വരെ റിങ് ചെയ്തിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പിന്നീടാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയത്. വണ്ടിയുടെ എഞ്ചിൻ ഇന്നലെ രാത്രി വരെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. എഞ്ചിൻ ഇന്നലെ രാത്രിയും ഓൺ ആയിരുന്നു.